ആരുടെയും മനം മയക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് വയനാട്ടിൽ, കാന്തൻപാറ. പ്രകൃതി രൂപപ്പെടുത്തിയ സ്വാഭാവിക കുളത്തിൽ കുളിക്കാനും വെള്ളച്ചാട്ടം സന്ദർശിക്കാനും ഒക്കെയായി നിരവധി സഞ്ചാരികളാണ് ദിവസവും കാന്തൻപാറയിലേക്ക് എത്തുന്നത്. വയനാടിന്റെ മഞ്ഞും തണുപ്പും നുകരാനെത്തുന്ന സഞ്ചാരികൾക്ക് നവ്യാനുഭവമായി മാറുകയാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം. കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലെ വിശേഷങ്ങളാണ് ഇത്തവണ പ്രേക്ഷകർക്ക് മുൻപിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. വയനാട് മേപ്പാടിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയായാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം താഴെ പ്രകൃതിയൊരുക്കിയ 3 സ്വിമ്മിംഗ് പൂളുകളായി മാറുന്നു. ഈ വെള്ളച്ചാട്ടം തന്നെയാണ് കാന്തൻപാറയുടെ ഒരു പ്രത്യേകത. 3 ഘട്ടങ്ങളിലാണ് ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് 10 അടിയാണ് ആഴം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ 6 അടിയും തൊട്ട് അടുത്തുള്ള ആ പ്രദേശത്ത് 4 അടിയുമാണ്. അങ്ങനെ ഈ 3 ഭാഗങ്ങളിലും ആളുകൾക്ക് വന്ന് കുളിക്കാനുള്ള സൗകര്യം കൂടി കാന്തൻപാറയിലുണ്ട്. കാന്തൻപാറയിലുള്ള പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം തന്നെയാണ്. വയനാട്ടിലെത്തുന്ന സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി കാന്തൻപാറ വെള്ളച്ചാട്ടം മാറിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് കാന്തൻപാറയിലെ അനുഭവങ്ങൾ ഒന്ന് പറയും? കാന്തൻപാറ അടിപൊളിയാണ്. നമ്മ വയനാട് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ആയിട്ട്. അടിപൊളി എക്സ്പീരിയൻസാ. നോക്കുമ്പോ ഇവിടെയാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം. കാരണം ഈ ചൂടത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി ഏരിയ. വേനലിലും വറ്റാതെ സമൃദ്ധമായി ഒഴുകുന്ന വെള്ളച്ചാട്ടവും പ്രകൃതിദത്ത സ്വിമ്മിംഗ് പൂളും ഒക്കെ സന്ദർശിക്കാനായി നിരവധി സഞ്ചാരികളാണ് ദിവസവും കാന്തൻപാറയിലേക്ക് എത്തുന്നത്. സംഭവം അടിപൊളി. നമ്മള് ചെറിയ ട്രിപ്പ് വന്നാണ്. കാന്തൻപാറ വേറെ ലെവല് അടിപൊളിയാണ്. മഴയും കൂടി വന്നാണെങ്കിൽ ഇത്തിരി കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാണ്. കടുത്ത ചൂടിൽ നിന്ന് ഒരു ശമനമുണ്ടാകാൻ വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് കാന്തൻപാറ. കാന്തൻപാറയിലെത്തുന്ന സഞ്ചാരികൾ മനസ്സും ശരീരവും തണുപ്പിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.